നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഒല്ലൂർ സെന്ററിൽ 1 ലക്ഷം രൂപ മാസവാടക ലഭിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടം തകർച്ചയുടെ വക്കിൽ, ജോലിക്കാർ ഭീതിയിൽ. ജില്ലാ ആസൂത്രണ സമിതി യോഗം 30 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകി. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. മുക്കാട്ടുകര ബെത്ലഹേം കോൺവെന്റ് ഹൈസ്കൂൾ കലോത്സവം മുദ്ര 2024 പിന്നണി ഗായിക റിയ ബിന്നു ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. 1 ലക്ഷം രൂപ മാസവാടക ലഭിക്കുന്ന ഒല്ലൂർ സെന്ററിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ വ്യാപാരികളോട് കോർപ്പറേഷന്റെ അവഗണന. ജീർണാവസ്ഥയിലായ കെട്ടിടം തകർച്ച ഭീതിയിലാണ്. മേൽക്കൂരയിലെ കോൺക്രീറ്റ് അടർന്നു വീണു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും സിമന്റ് കട്ടകൾ തലയിൽ പതിക്കാവുന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ ടെറസ് ഭാഗം മാലിന്യം തള്ളൽ കേന്ദ്രമായി മാറി. മേൽക്കൂരയിലെ തകർന്ന ഷീറ്റ് മാറ്റുവാൻ പോലും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇതുമൂലം മഴ പെയ്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കെട്ടിടത്തിന് ബലവും ക്ഷയിച്ചു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും കെട്ടിടം തകരാമെന്ന ആശങ്കയിലാണ് കെട്ടിടത്തിലെ ജീവനക്കാർ. കെട്ടിടത്തിലെ 20 സ്ഥാപനങ്ങളിലായി 40 ജീവനക്കാരാണ് ഉള്ളത്. അതിൽ 20 പേരും സ്ത്രീകളാണ്. കെട്ടിടം വ്യാപാരികൾക്ക് തുറന്നുകൊടുത്തിട്ട് 24 വർഷം കഴിഞ്ഞു. ഉദ്ഘാടനത്തിനു ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. പെയിന്റിംഗ് നടത്താൻ പോലും കോർപ്പറേഷൻ തുനിഞ്ഞിട്ടില്ല. വാടക കുടിശ്ശികയുള്ളവർക്ക് നോട്ടീസ് നൽകാൻ മാത്രമാണ് അധികൃതർ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കാറുള്ളത്. മണലി പുഴ നവീകരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ റിവർ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്ന് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്. ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത്. വർഷങ്ങളായി ചണ്ടിയും മരങ്ങളും മറ്റും അടിഞ്ഞുകൂടി കിടക്കുന്നതും പുഴയിലെ അനധികൃത കയ്യേറ്റങ്ങളും മണൽ നിറഞ്ഞതും ഷട്ടറുകളുടെ കേടുപാടുകൾ മൂലവും പുഴയുടെ സ്വാഭാവിക ഒഴുക്കിനെ കാര്യമായി ബാധിച്ചുവെന്നും അതിനാലാണ് പുഴ കരകവിഞ്ഞ് പുഴയുടെ ഇരുവശങ്ങളിലെ പ്രദേശങ്ങൾ വെള്ളത്തിലായതെന്നും അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇക്കഴിഞ്ഞ പ്രളയത്തിൽ കാര്യമായ നാശനഷ്ടം സംഭവിച്ചത് പാണഞ്ചേരി, നടത്തറ, പുത്തൂർ, തൃക്കൂർ, അളഗപ്പ നഗർ, നെന്മണിക്കര കോർപ്പറേഷന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണെന്നും 2016 ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പുഴയുടെ 6 പ്രദേശങ്ങൾ വൃത്തിയാക്കിയതൊഴിച്ചാൽ മറ്റു കാര്യമായ പ്രവൃത്തികൾ പുഴ നവീകരണത്തിന്റെ ഭാഗമായി നടന്നിട്ടില്ല എന്നും ഈ സാഹചര്യത്തിലാണ് യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞത്. തൃശൂർ ജില്ലാ പൗരാവകാശ വേദിയുടെ നേതൃത്വത്തിൽ നിർധനരായവർക്ക് പുതപ്പും മുണ്ടും വിതരണം ചെയർമാൻ ദാസൻ കാട്ടുങ്ങലിന്റെ അധ്യക്ഷതയിൽ നടന്നു. PK ജയരാജ് ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി 10ാം കൊല്ലമാണ് പുതപ്പും മുണ്ടുകളും വിതരണം നടത്തുന്നത്. നടത്തറ സെന്ററിൽ നടന്ന ചടങ്ങിൽ 190 പേർക്ക് പുതപ്പുകളും മുണ്ടുകളും വിതരണം ചെയ്തു. വർഷത്തിൽ 2 പ്രാവശ്യം ഇത്തരം സേവന പരിപാടികൾ ജില്ലാ പൗരാവകാശ വേദി നടത്തിവരുന്നുണ്ട്. ചെറിയ സഹായമാണെങ്കിലും അർഹമായ കൈകളിൽ അത് എത്തിച്ചേരണമെന്ന് നിർബന്ധമായതിൽ വലിയ പരസ്യം നൽകാതെ അർഹരെ നടത്തറ, കാച്ചേരി, അഞ്ചേരിച്ചിറ, കോടനെല്ലി, പുള്ളൂർക്കര, പാടൂർ എന്നിവിടങ്ങളിലാണ് വിതരണം ചെയ്തത്. EC സുമേഷ്, സാബു, ആൻഡോ തോട്ടുങ്ങൽ, ജോർജ് മാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. 30 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ആസൂത്രണ സമിതി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിൽ 30 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം നൽകി.
വാർഷിക പദ്ധതിയുടെ ഭേദഗതി ആവശ്യപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ, വടക്കാഞ്ചേരി, കുന്നംകുളം, ചാവക്കാട് എന്നീ മുനിസിപ്പാലിറ്റികളുടെയും ചാവക്കാട്, പഴയന്നൂർ, ചാലക്കുടി എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും താന്നിയം, പിരിഞ്ഞനം, തോളൂർ, പൊയ്യ, ഒരുമനയൂർ, കയ്പമംഗലം, കൊടകര, കൊണ്ടാഴി, വടക്കേക്കാട്, തിരുവില്ലാമല, പാവറട്ടി, പുന്നയൂർകുളം, പോർക്കുളം, തൃക്കൂർ, ചാഴൂർ, ചൂണ്ടൽ, പുത്തൂർ, അവിനിശ്ശേരി, എളവള്ളി, മാടക്കത്തറ, കൊരട്ടി, ശ്രീനാരായണപുരം, ദേശമംഗലം എന്നീ ഗ്രാമപഞ്ചായത്തുകളുടെയും 2024-25 വാർഷിക പദ്ധതി ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. 72 തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയുടെ ഭേദഗതിക്ക് ഇതിനകം അംഗീകാരം നൽകിയിരുന്നു. ജില്ലയിലെ 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി വാർഷിക പദ്ധതി ഭേദഗതിക്ക് ഇനി അംഗീകാരം ലഭിക്കുവാനുണ്ട്. മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ഊന്നൽ നൽകിയാണ് വാർഷിക പദ്ധതി ഭേദഗതിക്ക് അംഗീകാരം നൽകിയത്. ദ്രവമാലിന്യ സംസ്കരണ പദ്ധതികൾ, മാലിന്യ സംസ്കരണ സംവിധാനം, ഹാപ്പിനെസ് പാർക്ക് എന്നിവയും വിലയിരുത്തിയാണ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയത്. ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ വയനാടിനെ കൈത്താങ്ങുമായി ജില്ലയിലെ വജ്രജൂബിലി കലാകാരന്മാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 75,170 രൂപ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് തുക ഏറ്റുവാങ്ങി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ആസൂത്രണ സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ, ജില്ലാ ആസൂത്രണ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, സർക്കാർ നോമിനി ഡോക്ടർ MN സുധാകരൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അശാസ്ത്രീയമായി PG ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കിയ അധികാരികൾക്കെതിരെ നടപടിയെടുക്കുക, പ്രളയ ദുരിതബാധിതർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP തൃക്കൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തൃക്കൂർ പാലക്കപ്പറമ്പിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി BJP ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് കണ്ണാറ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, നേതാക്കളായ മുരളി പാട്ടത്തിൽ, ജനാർദ്ദനൻ പാലക്കൽ, ശ്രീനി വെളിയത്ത്, ഷീബ നികേഷ്, ശശി പകര, അബ്ബാസ് അരുൺ, ദീപു തുടങ്ങിയവർ നേതൃത്വം നൽകി. നമസ്കരിച്ചുകൊണ്ട് ഇവർ തുറന്നുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ജലമൊഴുകി പോകുന്ന തോടുകളിലും വലിയ പുഴകളിലും തീരത്ത് താമസിക്കുന്ന ആളുകളുടെ വീടുകൾ നഷ്ടപ്പെടുന്നു, അവരുടെ ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു, അവരുടെ വളർത്തു മൃഗങ്ങൾ നഷ്ടപ്പെടുന്നു, അവരുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നു, അവിടുത്തെ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതായിത്തീരുന്നു. ഈ തീരത്തിന്റെ ബണ്ട് റോഡുകൾ മുഴുവനും നാമാവിശേഷമാകുന്ന ഒരു സ്ഥിതി വരുന്നു. ആ ബണ്ട് റോഡുകളിലൂടെ വീടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് സഞ്ചാരയോഗ്യമല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തം ആവാസ വ്യവസ്ഥയെ മുഴുവനും തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇന്നത്തെ ഭരണകൂടവും അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ചേർന്നുകൊണ്ട് ഈ സാധാരണപ്പെട്ട ആളുകളുടെ ഇന്നത്തെ ദുസ്ഥിതിക്ക് കാരണമായിട്ട് തീർന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഈ സംസ്ഥാനത്തെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ചീഫ് സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് സർക്കാരിന്റെ അതോറിറ്റികൾ മുഴുവൻ ഏറ്റവും താഴെപ്പെട്ടു നിൽക്കുന്ന വില്ലേജ് ഓഫീസർ വരെയുള്ള ആളുകൾ സർവോപരി നമ്മളുടെ ഗ്രാമത്തെ ഭരിച്ചു മുന്നോട്ട് പോകുന്ന ഗ്രാമപഞ്ചായത്തുകൾ, ആ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഭരണകൂടവും എല്ലാം തന്നെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഉപദേശക സമിതികൾ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദവുമെല്ലാം തന്നെ ഈ പറയുന്ന മേഖലകളിലെല്ലാം പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. മോഡൽ കരിയർ സെന്റർ ആൻഡ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തലപ്പിള്ളി സംഘടിപ്പിക്കുന്ന പ്രയുക്തി ജോബ് ഫെയർ ഓഗസ്റ്റ് 24 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഓഫീസ് ബിൽഡിംഗ് കോംപ്ലക്സിന്റെ 2ാം നിലയിലെ തലപ്പിള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിൽ നടക്കും. സെയിൽസ് എക്സിക്യൂട്ടീവ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഗ്രാഫിക് ഡിസൈനർ, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റിലേഷൻഷിപ്പ് ഓഫീസർ, ഇന്റേണൽ ഓഡിറ്റർ, ടെലികോളർ,
എന്നീ തസ്തികയിലായി വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 200ഓളം ഒഴിവുകളിലേക്ക് കൂടിക്കാഴ്ച നടക്കും. 10ാം ക്ലാസ്, +2 ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, MBA എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി 048842356660 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 048723723774, മൊബൈൽ 7902272374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. വിപുലീകരിച്ച തിമിര വിഭാഗവുമായി തൃശൂർ ASG വാസൻ ഐ ഹോസ്പിറ്റൽ. മുതിർന്ന പൗരന്മാർക്ക് ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 24 വരെ സൗജന്യ OP ചികിത്സ. ഓഗസ്റ്റ് 23 തിമിര വിഭാഗം വിപുലീകരിച്ച് തൃശൂർ ASG വാസൻ ഐ ഹോസ്പിറ്റൽ. തിമിര ശസ്ത്രക്രിയ വിദഗ്ധരുടെ സേവനവും ലഭ്യമായതിനാൽ രോഗികൾക്ക് ഏതുതരം തിമിര ശസ്ത്രക്രിയകൾക്കും ഇവിടെ വിദഗ്ധ പരിചരണം ലഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുതിർന്ന പൗരന്മാർക്ക് ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 24 വരെ സൗജന്യ OP ചികിത്സയും ASG വാസൻ ഐ ആശുപത്രികളിൽ ഉണ്ടായിരിക്കുന്നതാണ്. കണ്ണിന്റെ ലെൻസ് സുതാര്യമല്ലാതാകുന്നത് മൂലം ക്രമേണ കാഴ്ച മങ്ങുന്ന രോഗമാണ് തിമിരം. സാധാരണയായി വാർദ്ധക്യ സഹജമായാണ് തിമിരം കണ്ടുവരുന്നതെങ്കിലും കണ്ണിനേൽക്കുന്ന അപകടങ്ങളും ചിലപ്പോൾ കാരണമായേക്കാം. വാസനിൽ വിദഗ്ധ ഡോക്ടർമാർ തിമിരത്തിനായുള്ള ഏറ്റവും മികച്ച ചികിത്സാ മാർഗങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത്യാധുനിക ഉപകരണങ്ങളും പ്രഗത്ഭരായ ശസ്ത്രക്രിയാ വിദഗ്ധരും ഉള്ളതിനാൽ തിമിര വിഭാഗം കൂടുതൽ രോഗികളെ അവരുടെ കാഴ്ചശക്തി വീണ്ടെടുക്കുവാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായിക്കുമെന്നതിൽ സംശയമില്ല.
രോഗികൾക്ക് സാധ്യമായ ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുവാൻ ഞങ്ങളുടെ വിദഗ്ധരുടെ ടീം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നതെന്ന് സീനിയർ കൺസൾട്ടന്റും റിഫ്രാക്റ്റീവ് ശസ്ത്രക്രിയാ മേധാവിയുമായ ഡോക്ടർ ജോണി ജോർജ് പറഞ്ഞു. മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ നിരക്കിൽ നേത്രപരിചരണം നൽകുന്നതിൽ ASG വാസൻ ഐ ഹോസ്പിറ്റൽ പ്രതിജ്ഞാബദ്ധരാണ്. തിമിര ശസ്ത്രക്രിയ, റിഫ്രാക്റ്റീവ് ശസ്ത്രക്രിയ, കാഴ്ച പുനരധിവാസ സേവനങ്ങൾ, ന്യൂറോ ഓഫ്താമോളജി, യുവൈറ്റിസ്, റെറ്റിന, ഗ്ലോക്കോമ, കോർണിയ, ഒക്യുലോപ്ലാസ്റ്റി സേവനങ്ങൾ ഉൾപ്പെടെ നേത്രപരിചരണവുമായി ബന്ധപ്പെട്ട സമഗ്ര സേവനങ്ങൾ ആശുപത്രി വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ആശുപത്രിയുടെ വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളുള്ള എല്ലാ കേന്ദ്രങ്ങളിലും അടിയന്തര നേത്ര ചികിത്സകൾ ഉൾപ്പെടെയുള്ള പ്രത്യേക പരിചരണങ്ങൾ മുഴുവൻ സമയവും ലഭ്യമാണ്. സീനിയർ കൺസൾട്ടന്റും റിഫ്രാക്റ്റീവ് ശസ്ത്രക്രിയാ മേധാവിയുമായ ഡോക്ടർ ജോണി ജോർജും സർജനുമായ ഡോക്ടർ പ്രിയ KS, ഓഫ്തോൾമോളജി കൺസൾട്ടന്റും കോർണിയ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അനശ്വര ജോൺ മുതലായവർ തൃശൂർ ASG വാസൻ ഐ ഹോസ്പിറ്റലിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. വാസൻ ഐ കെയർ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു ഗെയിം ചേഞ്ചറായിരുന്നു. അതായത് നേത്രരോഗ ചികിത്സ വേറൊരു ലെവലിലേക്ക്, അതായത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി ഒരു ഐ ഹോസ്പിറ്റൽ ആസ് സച്ച് അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്. രണ്ടാമത് ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് ഹോസ്പിറ്റാലിറ്റി കൊണ്ടുവന്നത് വാസൻ ഐ കെയറാണ്. സാധാരണ നമ്മളൊരു OP-യിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകരണം അല്ലായിരുന്നു വാസൻ ഐ കെയർ കൊണ്ട്. എല്ലാവരെയും നല്ലപോലെ പരിഗണിച്ച് കോഫി, ടീ ഇങ്ങനത്തെ ഒരു വേറൊരു ലെവലിലേക്ക് പേഷ്യൻസിന് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എക്യുപ്മെന്റ് വൈസ്, സർജറിയുടെ സ്പെഷ്യാലിറ്റി വൈസ് എല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയും ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസും ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെയും കൊണ്ടുവന്ന ഒരു ടീമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോയി. അത് ഒരിക്കലും രോഗികളുടെ പരിചരണത്തിലുള്ള ഒരു വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളോ കൊണ്ടല്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ പത്രപ്രവർത്തകർക്ക് അറിയാമായിരിക്കും ഒരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടായിരുന്നതിന്. അപ്പൊ ഇവരുടെ ആസറ്റ്സ് എല്ലാം ഫ്രീസ് ചെയ്ത് ഇവർ തകർന്നുപോയി. അപ്പൊ ശരിക്കും തകർന്നടിഞ്ഞു പോയി. കാരണം മുകളിലുള്ള ആള് അറസ്റ്റിലാണ്, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതേപോലത്തെ തൃശ്ശൂർ പോലെ അല്ലെങ്കിൽ എറണാകുളം പോലുള്ള ഏരിയാസിൽ അവരവര് ആ ടീം മാത്രം അവിടെ വർക്ക് ചെയ്ത് അവര് തന്നെ അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് ഷെയർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന അവസ്ഥയായിരുന്നു. പക്ഷെ അത് വയനാടിനെ കൈത്താങ്ങുമായി വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ. വയനാടിനെ കൈത്താങ്ങുമായി സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ. സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലയിലെ കലാകാരന്മാരും പഠിതാക്കളും വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 75,170 രൂപ നൽകി. തുക ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനെ ജില്ലാ കോർഡിനേറ്റർ ES സുധീഷ് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ, ജില്ലാ ആസൂത്രണ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, വജ്രജൂബിലി ഫെലോഷിപ്പ് കൺവീനർമാരായ KA അഖിൽ, TK ഹരികൃഷ്ണൻ, KP രഞ്ജിത്ത്, നിഖിൽ R, ഉണ്ണി, ശ്രുതി K, വിഷ്ണുപ്രദ, അനൂപ്, വിവേക് ദാസ്, ജില്ലയിലെ പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. മുക്കാട്ടുകര ബെത്ലഹേം CHS കലോത്സവം മുദ്ര 2024 പിന്നണി ഗായിക റിയ ഭിന്നു ഉദ്ഘാടനം ചെയ്തു. മുക്കാട്ടുകര ബെത്ലഹേം CHSൽ ഇന്നും നാളെയും നടക്കുന്ന മുദ്ര 2024 കലോത്സവം പൂർവ്വ വിദ്യാർത്ഥിനിയും പിന്നണി ഗായികയുമായ മിസ് റിയ ഭിന്നു ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് റെവറൻഡ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. സ്മിത ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേരി ആൻഡോ, ബിന്ദു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡെൽവിറ്റ ടീച്ചർ നന്ദിയും പറഞ്ഞു. ശരിക്ക് ഒരാൾ സിംഗർ പാടുന്നതിന് മുന്നേ മ്യൂസിക് ഡയറക്ടർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കുഞ്ഞുമൊക്കെ നോക്കി ഒന്നിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കേട്ടിട്ടാണ് ശരിക്കുള്ള സിംഗർ പാടുക. ശരിക്കും ട്രാക്ക് പാടാനാണ് ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ട്രാക്ക് പാടി അതേ പാട്ട് അവർ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ശരിക്കും ആ പാട്ട് പാടാനായിട്ട് വിളിച്ചത്. അപ്പോൾ ഞാൻ പാടിയത് തന്നെ ആയതുകൊണ്ട് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഞാൻ പാടിയത് തന്നെയാണല്ലോ ഞാൻ പിന്നെയും പാടുന്നത്. അങ്ങനെ പിന്നെ അതിനുശേഷം അതാണ് ഈ സ്വർഗം എന്ന് പറയുന്ന മൂവിയിൽ രാജു വർഗീസാണ് അതിൻ്റെ നായകൻ.
റെജി സാന്റണിയാണ് ഡയറക്ട് ചെയ്യുന്നത്. മോൻസി തെരേസ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവർക്കും അറിയോ? അതിന്റെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന തീം സോങ് ഉണ്ട്, അത് പാടിയത് ഞാനായിരുന്നു. അവിൻ മോൻസി തെരേസന്റെ മകനാണ് അത് മ്യൂസിക് ഡയറക്ഷൻ നടത്തിയത്. അപ്പൊ അതില് KP രാഹുലിനെ അറിയോ? ഇവിടെ അടുത്തല്ലേ വീട്. KP രാഹുൽ ഇവിടെ ടെസ്റ്റ് ആയിട്ട് വന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് കൈയടിച്ചിട്ടുണ്ട് ഇതുപോലെ. പിന്നെന്താ, അങ്ങനെ ഒക്കെയാണ് ഞാനിപ്പോ ഇവിടെ എത്തിക്കുന്നത്. നിങ്ങളെ പോലെ ഒരാൾ തന്നെയാണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നടക്കാത്ത ഒന്നുമില്ല. ഞാനിപ്പോ എൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും പ്രാക്ടീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനെ ഒരു മടി ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു. തൃശൂർ ജില്ലയിലെ വിവിധ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠനത്തിൽ മികവ് പുലർത്തിയ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് കനറ ബാങ്ക് നൽകുന്ന ഡോക്ടർ അംബേദ്കർ വിദ്യാജ്യോതി സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. കൂർക്കഞ്ചേരി റീജിയണൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ കനറ ബാങ്കിന്റെ 58 ശാഖകൾ വഴി തിരഞ്ഞെടുത്ത 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 348 വിദ്യാർത്ഥികൾക്ക് ബാങ്കിന്റെ CSR ഫണ്ട് വഴി അനുവദിച്ച 13.92 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ SC ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഉഷ കെ നായർ, ST ഡെവലപ്മെന്റ് ഓഫീസർ C ഹരോൾഡ് ജോൺ, കനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ KK അനിൽകുമാർ, തൃശൂർ LDM മോഹനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLL കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTIകളിലെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള 1ാംഘട്ട പ്രവേശന ഇന്റർവ്യൂ ഓഗസ്റ്റ് 23, 27, 29 തീയതികളിൽ രാവിലെ 9:30 മുതൽ തൃശൂർ CMS ഹൈസ്കൂളിൽ നടക്കും. ഇന്റർവ്യൂവിന് അർഹനായവരുടെ ലിസ്റ്റ് തൃശൂർ കളക്ടറേറ്റിലുള്ള വിദ്യാഭ്യാസ ഉപഡയറക്ടറേറ്റിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന് വരുന്നവർ കൃത്യസമയത്ത് എത്തിച്ചേർന്ന് യോഗ്യത, ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് പ്രവേശനം നൽകുന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. അഞ്ചേരി കാർഷികേതര വായ്പാ സഹകരണ സംഘത്തിന്റെ 75ാം വാർഷികാഘോഷം ശനി, ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഞ്ചേരി ശ്രീ നാരായണ ഹാളിൽ ഞായറാഴ്ച രാവിലെ 10 നടത്തുന്ന പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സംഘം പ്രസിഡന്റ് സതീഷ് മങ്കുഴി അധ്യക്ഷത വഹിക്കും. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ വിശിഷ്ടാതിഥിയാകും. ഒറ്റപ്പാലം അർബൻ ബാങ്ക് MD M രാമനുണ്ണി മുഖ്യപ്രഭാഷണം നടത്തും.
SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് അവാർഡ് വിതരണം ചെയ്യും. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ മുതിർന്ന സഹകാരികളെ ആദരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പഠനോപകരണം വിതരണം ചെയ്യും. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 ഫ്രെയിം ശ്രീലക്ഷ്മി കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യും. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് സഹകരണ സംഘവും മേരിറ്റ് ഐ ക്ലിനിക് ആൻഡ് ഒപ്റ്റിക്കൽസിന്റെയും തൃശൂർ ആര്യ ഐ കെയറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന സംഘടിപ്പിക്കും. ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് ആയുർവേദ ആൻഡ് സിദ്ധ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിക്കും. സംഘം സെക്രട്ടറി PS ഗിരീഷ്, പ്രസിഡന്റ് സതീഷ് മങ്കുഴി, വൈസ് പ്രസിഡന്റ് KB ജിനോഷ്, സംഘം ഭരണസമിതി അംഗം സ്മിത അനീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 4ാം 100 ദിന പരിപാടി 2024ന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ ജില്ലാതല തദ്ദേശ അദാലത്ത് സെപ്റ്റംബർ 9-ന് തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 8:30 മുതൽ നടക്കും. അദാലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ നൽകിയതും എന്നാൽ സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ലഭിച്ച നിവേദനങ്ങൾ, സ്ഥിരം അദാലത്ത് സമിതി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓഫീസുകൾ എന്നിവയിൽ തീർപ്പാക്കാതെയുള്ള പൊതുജനങ്ങളുടെ പരാതികളും നിവേദനങ്ങളും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ, നിർദ്ദേശങ്ങൾ എന്നിവ പരിഗണിക്കും. ലൈഫ് പുതിയ അപേക്ഷകൾ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുമായി ബന്ധപ്പെട്ട പുതിയ അപേക്ഷകൾ, ജീവനക്കാരുടെ സർവീസ് വിഷയങ്ങൾ എന്നിവ പരിഗണിക്കുന്നതല്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടലിൽ സിറ്റിസൺ ലോഗിൻ മുഖേന അദാലത്ത് തീയതിക്ക് 5 ദിവസം മുമ്പ് വരെ പരാതി സമർപ്പിക്കാം. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വൈജ്ഞാനിക രംഗത്തെ സമർപ്പിത സംഭാവനയ്ക്ക് നൽകുന്ന KK കൃഷ്ണൻകുട്ടി സ്മാരക അവാർഡ് അമ്പാടി വേണുവിന് നൽകുവാൻ പുഞ്ചിരി സാംസ്കാരിക വേദി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. DYFIയുടെ പൂർവ്വരൂപമായ KSYFന്റെ ആദ്യത്തെ ജില്ലാ സെക്രട്ടറിയായിരുന്നു അമ്പാടി വേണു. നിരവധി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഡൽഹിയിൽ നടന്ന യുവജന മാർച്ചിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച് 10 ദിവസത്തോളം തീഹാർ ജയിലിൽ കിടന്നു. അടിയന്തരാവസ്ഥയിൽ 16 മാസക്കാലം ഒളിവിലായിരുന്നു. 54 വർഷം CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ദീർഘകാലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി സഹകരണ രംഗത്തും സജീവമായിരുന്നു. സംസ്ഥാന സഹകരണ ബാങ്കിന്റെയും ഡയറക്ടറും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചു. ഓർമ്മച്ചിപ്പ് തുറക്കുമ്പോൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. V. മുരളി, ഡോക്ടർ പ്രദീപ് കുമാർ, സുരേഷ് ബാബു മാസ്റ്റർ ഉൾപ്പെടുന്ന ജൂറിയാണ് തെരഞ്ഞെടുത്തത്. 10,001 രൂപയും പ്രശസ്തി ഫലകവുമാണ് അവാർഡ്. സെപ്റ്റംബർ അവസാന വാരത്തിൽ അവാർഡ് വിതരണം ചെയ്യും. പത്രസമ്മേളനത്തിൽ IA നൌഫൽ, KP ഉണ്ണികൃഷ്ണൻ, V. മുരളി, CS സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ MP ആയിട്ടുള്ള K. രാധാകൃഷ്ണൻ, 2ാമത്തെ വർഷം സുനിൽ P. ഇളയിടം, A. പത്മനാഭൻ, K. S. ശങ്കരൻ, കഴിഞ്ഞ വർഷം ഭാഗ്യലക്ഷ്മി അമ്മ. 6ാമത്തെ അവാർഡാണ് അമ്പാടി വേണുവിന് നൽകുന്നത്. സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക രംഗത്തെ സേവനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ജൂറി എല്ലാ വർഷവും ഈ ഒരു പരിശോധന നടത്തുക. നമ്മൾ ജീവിച്ചിരിക്കുന്ന വളരെ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളുടെ മൊത്തം പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അവാർഡ് തീരുമാനിക്കുക എന്നുള്ളതാണ് ജൂറിയുടെ ഒരു സമീപനം. അപ്പോൾ ആ രീതിയിലാണ് ഈ വർഷം പ്രദീപ് കുമാറും അതുപോലെ തന്നെ ശ്രീ V. മുരളിയും സുരേഷ് ബാബു മാഷടങ്ങുന്ന ജൂറി അമ്പാടി വേണുവിനെ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തത്. വളരെ ത്യാഗോജ്വലമായ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സേവനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ അമ്പാടി വേണു. അതുകൊണ്ട് തന്നെ കൃഷ്ണൻചേട്ടൻ്റെ പേരിലുള്ളതായ കൃഷ്ണൻചേട്ടൻ നിർവഹിച്ചതായിട്ടുള്ള ആ ഒരു സാമൂഹ്യ സംസ്കാര രംഗത്തെ വലിയ ഇടപെടൽ, അതിൻ്റെ ഒരു റിസൾട്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലാണ് കൃഷ്ണൻചേട്ടൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ഇടപെടൽ. നീണ്ട കാലയളവിൽ തന്നെ ഒരു പ്രദേശത്തെ മുഴുവൻ സ്വാധീനിച്ചൊരു വ്യക്തിയായിരുന്നു കൃഷ്ണൻചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരുള്ള അവാർഡ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് തുല്യമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ അമ്പാടി വേണുവിന് നൽകാനായിട്ടാണ് ജൂറി തീരുമാനിച്ചത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സംഘടനാ രംഗത്ത് ശോഭിച്ചൊരു വ്യക്തിയാണ്. 19ാമത്തെ വയസ്സിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഒല്ലൂർ സെന്ററിൽ 1 ലക്ഷം രൂപ മാസവാടക ലഭിക്കുന്ന കോർപ്പറേഷൻ കെട്ടിടം തകർച്ചയുടെ വക്കിൽ, ജോലിക്കാർ ഭീതിയിൽ. ജില്ലാ ആസൂത്രണ സമിതി യോഗം 30 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾക്ക് അംഗീകാരം നൽകി. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. മുക്കാട്ടുകര ബെത്ലഹേം കോൺവെന്റ് ഹൈസ്കൂൾ കലോത്സവം മുദ്ര 2024 പിന്നണി ഗായിക റിയ ബിന്നു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.